ആ ശവത്തിന്റെ അടുത്തിരുന്ന് കരയരുത്. അവിടെ ആ ജീവന് ഗതിയുണ്ടാവണേ എന്നേ വിചാരിക്കാവൂ. ഇപ്രകാരം ഉണ്ണി കരയല്ല വേണ്ടത്. എന്നിട്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ അവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനോ മൂലമർക്കഭേദങ്ങളറിക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ. മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. ആത്മാവിനില്ല ജനനം മരണവും ആത്മനീ ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. ഇതെല്ലാം കൂടുതൽ കൂടുതൽ നിങ്ങൾ പഠിക്കും തോറും, കൂടുതൽ കൂടുതൽ ഉൾക്കൊള്ളും തോറും നിങ്ങൾക്ക് മനസ്സിലാവും, മരണം എന്ന് പറയുന്നത് ഇതൊരു അവസാനത്തെ യാത്രയല്ല. ഇത് ഒരു വേഷം അഴിച്ചു വെച്ച് മറ്റൊരു വേഷത്തിലേക്കുള്ള യാത്രയാണ്. ഈ വേഷം എടുക്കുന്നത് മനസ്സാണ്, വേഷം അഴിച്ചു വെക്കുന്നതും മനസ്സാണ്. എത്ര കാലം വേഷമെടുക്കും, വേഷം അഴിച്ചു വെക്കും? എത്ര കാലം മനസ്സ് അർത്ഥകാമങ്ങളിൽ കുരുങ്ങി നിൽക്കുന്നുണ്ടോ അത്രയും കാലം അർത്ഥത്തെയും കാമത്തെയും കൊണ്ട് തൃപ്തിപ്പെടാൻ വേണ്ടി അതിനു പറ്റിയ വേഷങ്ങൾ ആര് കെട്ടും? മനസ്സ് കെട്ടും. സരയൂ നദീ തീരത്ത് എല്ലാ പൗരാവലികളും നോക്കി നിൽക്കെ ചന്ദനം കൊണ്ട് ചിത തയ്യാറാക്കി. അങ്ങനെ ഭരതൻ തന്റെ അച്ഛന്റെ ചിതയ്ക്ക് തീ കൊളുത്തി. ഇക്ഷ്വാകു വംശത്തിന്റെ 40ാമത്തെ രാജാവ് ജീവിതത്തിലൊന്നും നേടാതെ മണ്ണിലേക്ക് ചേർന്നു. ഭരതൻ ദുഃഖിതനായി തളർന്നിരിക്കുമ്പോഴാണ് വസിഷ്ഠർ വന്ന് പറയുന്നത്, ഉണ്ണി, രാജ്യം അനാഥമാണ്. ഭർത്താവ് പോയ ഒരു ഭാര്യയെപ്പോലെയാണ് രാജ്യം. രാജ്യം അമ്മ നിനക്ക് വേണ്ടി ചോദിച്ചു വാങ്ങിച്ചു തന്നു. ഇനി എത്രയും വേഗം പട്ടാഭിഷേകത്തിന് തയ്യാറാവണമെന്ന്. കേട്ടതും ഭരതൻ പറഞ്ഞു, മഹർഷേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈ രാജ്യം എന്റേതല്ല. ഒരു നിമിഷം പോലും ഈ രാജ്യം ഞാൻ ഭരിക്കില്ല. ഇത് രാമന്റേതാണ്. എത്രയും വേഗം കാട്ടിൽ ചെന്ന് ശ്രീരാമസ്വാമി കൂട്ടിക്കൊണ്ടുവരണം. വനത്തിൽ താമസിക്കേണ്ടതുണ്ടെങ്കിൽ 14 കൊല്ലം ഞാൻ താമസിക്കും. രാജ്യം രാമൻ ഭരിക്കും. ഇനി അത് മാത്രമേയുള്ളൂ എന്ന് പറഞ്ഞതും വസിഷ്ഠർക്ക് വളരെയധികം ആദരവ് വരും ഭരതനോട്. സുമന്ത്രരു തുടങ്ങിയിട്ടുള്ള മന്ത്രിമാരും എല്ലാവരും കൂടി ആലോചിച്ച് പറയും, ശ്രീരാമസ്വാമിയെ കൂട്ടിക്കൊണ്ടുവരണമെന്ന്. അങ്ങനെ അവര് ശ്രീരാമസ്വാമിയെ കൂട്ടിക്കൊണ്ടുവരാൻ തയ്യാറെടുക്കുകയാണ്. എങ്ങനെയാണ് പോവേണ്ടത്? വീതികളൊക്കെ നേരെയാക്കൂ. 4 അക്ഷൗഹിണി പടയോടുകൂടി സിംഹാസനം അങ്ങോട്ട് കൊണ്ടുപോകണം. അവിടെ ഇരുത്തിയിട്ട് രാമനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെ എല്ലാവരും കൂടെ ഒരു പടയായി പോവാൻ നിശ്ചയിച്ചു. ഭരതൻ പ്രത്യേകം പറഞ്ഞു, എന്ത്? കൈകേയി വരണ്ടെന്ന് പറഞ്ഞു. ആ ദുഷ്ട വരണ്ടാന്ന്. പിന്നീട് ഭരതനും എല്ലാവരും ചേർന്ന് രാമനെ കൂട്ടിക്കൊണ്ടുവരാൻ കാട്ടിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അവർ പോകുന്ന സമയത്ത് ഗുഹന്റെ അടുത്തെത്തുന്ന സമയത്താണ് ഗുഹൻ ഈ ആരവം കേട്ട് തന്റെ ആളുകളോട് പറഞ്ഞു, ആരാ വരുന്നത് എന്ന്. അയോധ്യ രാജ്യത്തിന്റെ കൊടി കണ്ടപ്പോൾ പറഞ്ഞു, ഇത് അയോധ്യയിൽ നിന്നാണെങ്കിൽ മിക്കവാറും ഭരതനായിരിക്കണം. ഒരുപക്ഷെ രാമനെ കാട്ടിൽ പോലും വെച്ച് പൊറുപ്പിക്കാതെ സുഖമായി രാജ്യം ഭരിക്കാനാണ് അവന്റെ വരവിന്റെ ഉദ്ദേശമെങ്കിൽ, രാമനെ വേദനിപ്പിക്കാനാണെങ്കിൽ ഒരാളും രാമന്റെ അടുത്തേക്ക് ഭരതനെ കൊണ്ടുപോകരുത്. തോണികളെല്ലാം അക്കരെ കൊണ്ടുകെട്ടു. ഞാൻ അവന്റെ ഉദ്ദേശം തിരിച്ചറിഞ്ഞിട്ട് വരാം. അങ്ങനെ ഭരതൻ എന്തിനാണ് വന്നതെന്നറിയാൻ ഗുഹൻ ഒരു സാധാരണ മട്ടിൽ അവിടെ ചെന്നു. പ്രത്യേകിച്ചൊരു ഭാവമൊന്നും കാണിച്ചില്ല. കൈകൂപ്പി, ദശരഥ മഹാരാജാവിന്റെ പുത്രനാണ്, ഭരതനാണ്, ഞാൻ അച്ഛന്റെ സുഹൃത്താണ് ഗുഹൻ. ചോദിച്ചു, രാമൻ ഈ വഴിക്കല്ലേ പോയിരിക്കുന്നത്? എന്തിനാവോ അങ്ങ് രാമനെ അന്വേഷിക്കുന്നത്? ശ്രീരാമസ്വാമിയിൽ നിന്നും രാജ്യം അങ്ങയുടെ കൈവശം വന്നുവല്ലോ, എന്തിനാവോ രാമനെ അന്വേഷിക്കുന്നത്? പറഞ്ഞു, എന്റെ അമ്മ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ പാപത്തിന്റെ ആ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോലും ആഗ്രഹിക്കാതെ എന്റെ അച്ഛനിൽ നിന്നും അമ്മ രാജ്യം എനിക്ക് വേണ്ടി പിടിച്ചു വാങ്ങി രാമനെ കാട്ടിലേക്ക് അയച്ചു. രാമദേവൻ ഇന്ന് കാട്ടിലാണ്, മണ്ണിലാണ് കിടന്നുറങ്ങുന്നത്. ഈ കാര്യങ്ങൾ പറഞ്ഞതും ഗുഹന് മനസ്സിലായി, ശ്രീരാമസ്വാമിയോട് അത്യധികം ആദരവ് ഭരതന്റെ ഹൃദയത്തിലുണ്ട് എന്ന്. പിന്നീട്
ഭരതൻ ചോദിക്കുകയാണ്, എവിടെയാണ് എന്റെ രാമൻ കിടന്നതും ഇരുന്നതും എല്ലാം എന്ന്. ഭരതനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഒരു മരത്തിന്റെ ചുവട്ടിൽ ശ്രീരാമസ്വാമി കിടന്നുറങ്ങിയ സ്ഥലം കാണിച്ചു കൊടുത്തതും അവിടെ വീണുരുണ്ട് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിൽ പരം ഒരു പാപി ജീവിച്ചിരിക്കുമോ? സ്വന്തം ജ്യേഷ്ഠനെ മണ്ണിൽ കിടത്തിയില്ലേ? എത്രയോ ശ്രേഷ്ഠയായ അമ്മയ്ക്ക് തുല്യമായ ജ്യേഷ്ഠത്തി അമ്മയെ മണ്ണിൽ കിടത്തിയില്ലേ? എന്റെ അമ്മ ഇതൊക്കെ ചെയ്തുവല്ലോ എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനെ നിന്ദ്യനായൊരു പുത്രനായി തീർന്നുവല്ലോ. ഭരതൻ സ്വന്തം ജീവിതത്തെ ശപിക്കാൻ തുടങ്ങി. എന്നിട്ട് എവിടെയാണ് രാമൻ ഭക്ഷണം കഴിച്ചത്, എന്താണ് കഴിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീരാമസ്വാമി ജടാധാരിയാണ് എന്ന കാര്യവും ഇനി മുതൽ കാട്ടിലുള്ളത് മാത്രമേ കഴിക്കുകയുള്ളൂ എന്നും ഒരു വീട്ടിലും കിടന്നുറങ്ങുന്നില്ല എന്നുള്ള പ്രതിജ്ഞയാണ് എടുത്തിരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ആ നിമിഷം ഭരതൻ എല്ലാ രാജകീയ വസ്ത്രങ്ങളും ഉപേക്ഷിക്കുന്നതാണ്. ഗുഹനോട് പറയാണ്, കൊണ്ടുവരൂ, വടവീരക്ഷീരം കൊണ്ടുവരൂ എന്ന്. എന്റെ ശിരസിൽ ഞാനത് ഒഴിച്ചുകൊണ്ട് ഇനി ഇവിടം മുതൽ ഞാനും രാമനെപ്പോലെ കാനന സഞ്ചാരിയായിട്ട് നടക്കുകയാണ്. ഭരതൻ ഭക്ഷണം പോലും അവിടുന്ന് ഉപേക്ഷിക്കും. പിന്നീട് മരവുരിയെടുത്ത് ഒടുക്കുകയാണ്. അങ്ങനെ ഒരു സന്യാസ ജീവിതത്തിലേക്ക് ഭരതൻ ഉയരുകയാണ്. ഭരതന്റെ ഒരു മഹത്വം നോക്കാൻ നമുക്ക് കാണാം അവിടെ. എന്നിട്ട് ഗുഹനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറയുകയാണ്, രാമദേവൻ ആലിംഗനം ചെയ്ത നിന്നെ ആലിംഗനം ചെയ്തിട്ടെങ്കിലും എന്റെ പാപങ്ങൾ ഞാൻ തീർക്കട്ടെ എന്ന്. എനിക്ക് വേണ്ടി അമ്മ ചെയ്തു വെച്ചിരിക്കുന്ന പാപങ്ങളുണ്ടല്ലോ, അത് ഞാൻ തീർക്കട്ടെ എന്ന്. അത്രമാത്രം ശ്രീരാമസ്വാമിയോടുള്ള ആ സമർപ്പണ ഭാവം, ഭരതന്റെ ആ സമർപ്പണ ഭാവം ഗുഹനേറെ ആദരവുണ്ടാക്കും. ഓ, ഇത്ര ശ്രേഷ്ഠനായൊരു സഹോദരൻ, എത്ര മഹത്വമായൊരു ജീവിതം. പിന്നീട് ആദരവോടെയാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഭരതൻ ഗുഹന്റെ വീട്ടിൽ കയറില്ല. ശ്രീരാമസ്വാമിയെപ്പോലെ തന്നെ ആ പ്രതിജ്ഞയിൽ ജീവിക്കുകയാണ്. തിരിച്ച് കഥയുടെ മറ്റേ ഭാഗവും നമ്മൾ നോക്കുമ്പോൾ ഇത് കാണാം, ഭരതന്റെ ആ സമർപ്പണം. തിരിച്ച് അയോധ്യയിലേക്ക് ശ്രീരാമസ്വാമി പറഞ്ഞേക്കല്ലോ, 14 വർഷം ഞാൻ കാട്ടിൽ തന്നെ ഇരിക്കുമെന്ന് ശ്രീരാമസ്വാമി പറഞ്ഞ് 14 വർഷം ഭരതനെ കൊണ്ട് രാജ്യം ഭരിക്കാൻ പറയുമുണ്ടല്ലോ. 14 വർഷം ഭരതൻ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടില്ല പ്രിയാണ്. നന്ദിഗ്രാമത്തിൽ ഒരു പർണശാല കെട്ടി രാമനെപ്രകാരമാണോ കാട്ടിൽ നിലത്ത് കിടന്നുറങ്ങുന്നത്, നിലത്ത് 14 വർഷം കിടന്നുറങ്ങി എന്നാണ്. തികഞ്ഞ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് ജടാധാരിയായിക്കൊണ്ട് ഭക്ഷണം കഴിച്ചതെന്താണത്രേ? കാട്ടിൽ ഫലമൂലാദികൾ കിട്ടും. ഇവിടെയാണെങ്കിൽ വാങ്ങിച്ചു കൊണ്ടുവരുന്ന ഫലമൂലാദികൾ അല്ലെങ്കിൽ ആരെങ്കിലും സമർപ്പിക്കുന്നതാണ്, അത് കഴിക്കില്ല. പിന്നെയോ സ്വന്തം കൈകൊണ്ട് ഗോതമ്പെടുത്ത് ആ ഗോതമ്പിനെ ഗോമൂത്രത്തിൽ വേവിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കത്രേ. 14 വർഷത്തെ ഒരു ഭരതന്റെ ഒരു ജീവിതമുണ്ട്, തപസ്സുണ്ട് എന്ന് പറയാണ്. രാമായണം നമ്മൾ ഈ രീതിയിലൊക്കെ കാണുമ്പോണ്ടല്ലോ, ശ്രീരാമസ്വാമിയുടെ ത്യാഗം ഭരതനെയൊക്കെ ഉയർത്തുകയാണ് ചെയ്തത്. നാം ത്യാഗം ചെയ്യുന്തോറും നമ്മുടെ കൂടെയുള്ളവർക്ക് മനസ്സിലാവും ഞങ്ങളും ത്യാഗമാണ് ചെയ്യേണ്ടതെന്ന്. ഭോഗസംസ്കാരം നമ്മളിൽ ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മുടെ കൂടെയുള്ളവർക്കും ഭോഗസംസ്കാരം വരുന്നത് പറയാണ്. നമ്മൾ നമ്മുടെ സുഖങ്ങളൊക്കെ പ്രായം കൂടുന്തോറും സുഖങ്ങൾ ഉപേക്ഷിക്കണം, സിംപ്ലിസിറ്റിയിലേക്ക് വരണം. എത്രത്തോളം നമ്മൾ ലളിതമാവുന്നോ അത്രത്തോളം മറ്റുള്ളവർക്കും നമ്മളോട് ആദരവ് വർദ്ധിക്കും. അവർക്കും മനസ്സിലാവും പ്രായം കൂടുന്തോറും ഇങ്ങനെ ലാളിത്യത്തിന്റെ, സമർപ്പണത്തിന്റെ, ത്യാഗത്തിന്റെ ഒരു ജീവിതം നയിക്കണം എന്നുള്ളത്. ഇതൊക്കെ ആദരവ് വർദ്ധിപ്പിക്കുന്നതാണ്. മനസ്സിലായില്ലേ? തപസ്സിന്റെ ജീവിതത്തിലേക്ക് പ്രായം കൂടുന്തോറും കടക്കണം. ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റുപാട് ഇതൊക്കെ കുറയുന്നത് കൊണ്ടായിരിക്കാം നമ്മുടെ കുട്ടികൾക്കൊന്നും വേണ്ട വിധത്തിൽ ആധ്യാത്മികമായി ഒരു ഉയരാനുള്ള സാഹചര്യം വീടുകളില്ലാത്തത്. വീട്ടിൽ അതൊക്കെ ഒരുക്കി വെക്കണം അച്ഛനമ്മമാരെന്ന് പറയാനും. പോട്ടെ. അങ്ങനെ ഭരതൻ അവിടെ നിന്നും ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തും. ഭരദ്വാജ മഹർഷിയെ ചെന്ന് നമസ്കരിക്കും. മഹർഷി ഭരതനോട് ചോദിക്കുകയാണ്, എന്താ ഭരതൻ, സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ക്ഷേമം തന്നെയല്ലേ? എന്തിനാവോ കാട്ടിലേക്ക് വന്നിരിക്കുന്നത്? എല്ലാവരും ഭരതനെ ഒരു സംശയദൃഷ്ടിയോടുകൂടിയിട്ടാണ് കാണുന്നത്. എന്തിനാവോ കാട്ടിലേക്ക് വന്നതെന്ന്. ഉടനെ ഉണ്ടായ ചരിത്രങ്ങളൊക്കെ അങ്ങോട്ട് പറയും.
അമ്മ എനിക്ക് വേണ്ടി എന്നോട് പോലും ആലോചിക്കാതെ അച്ഛന്റെ മരണം സംഭവിക്കുമെന്നറിഞ്ഞിട്ടുകൂടി രാജ്യം ചോദിച്ചു മേടിച്ച് സഹോദരനെ കാട്ടിലേക്ക് അയച്ചു. ആ ക്രൂരയായ നിന്ദയായിരിക്കുന്ന അമ്മയുടെ പുത്രനായിപ്പോയി ഞാൻ എന്ന് പറഞ്ഞ് ഭരദ്വാജ മഹർഷിയോട് പറയുകയാണ്, എന്റെ രാമൻ ഏതിലൂടെയാണോ നടന്നത് ആ വഴികൾ എനിക്ക് കാണിച്ചു തരൂ, എന്നെ രാമപക്ഷത്തിലേക്ക് എത്തിച്ചു തരൂ. എത്രയും വേഗം ശ്രീരാമദേവനെ കൂട്ടിക്കൊണ്ട് അയോധ്യയിൽ എത്തിച്ച് പട്ടാഭിഷേകം ചെയ്ത് ചക്രവർത്തി ഒരു ദാസനായി ഞാൻ അവിടെ ജീവിച്ചു കൊള്ളാം. അതിനു വേണ്ടിയിട്ടാണ് മഹർഷി വന്നത് എന്ന് പറയുമ്പോൾ മഹർഷി പറയാണ്, നിന്റെ ആ ഒരു സമർപ്പണമുണ്ടല്ലോ ഭരതന്റെ, ഈ സമർപ്പണം കാണുമ്പോൾ ലക്ഷ്മണനേക്കാൾ നിനക്ക് രാമനോട് ഭക്തി ഞാൻ കാണുന്നു പറയാണ്. അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. പിന്നീട് ഭരതൻ അവിടെ നിന്നും പട്ടാളങ്ങളൊക്കെ ഉണ്ട്, 3 പേരും പോയിട്ടുണ്ട് കേട്ടോ. കൗസല്യാദേവിയും സുമിത്രാദേവിയും കൈകേയി ദേവിയും പോയിട്ടുണ്ട്. 3 പേരും കൂടെ പോയിട്ടുണ്ട്. അങ്ങനെ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും അവര് ചിത്രകൂടത്തിലേക്ക് കടക്കുകയാണ്. അവിടെയാണെങ്കിലോ ശ്രീരാമസ്വാമി അന്നെന്തോ ഭക്ഷണം പാകം ചെയ്യാനോ എന്തോ അറിയില്ല, എന്തെങ്കിലും തീ കൊള്ളാനായിരിക്കാം, തീ കൂട്ടിയിട്ടുണ്ട്. പുക ഇങ്ങനെ ഉയരുന്നുണ്ട്. ചെറിയൊരു പർണശാലയ്ക്ക് അവിടെ കെട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ആ സമയത്താണ് ഘോരമായ ഈ പട്ടാളക്കാരുടെ ഒരു ആരവൊക്കെ കേൾക്കുന്നത്, കൂക്കുംവിളി നായാട്ടുകളൊക്കെ. മൃഗങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കണ്ടപ്പോൾ ലക്ഷ്മണനോട് ശ്രീരാമസ്വാമി പറഞ്ഞു, ഏതോ രാജാവ് മൃഗയാവിനോദത്തിന് വന്നിട്ടുണ്ടോ, എന്താ പാവം മൃഗങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്? പറഞ്ഞു, ഇതൊരു ആരവമാണല്ലോ, ഒരു സൈന്യം വരുന്നത് പോലെ തോന്നുന്നല്ലോ. ലക്ഷ്മണ നോക്കൂ ആരുടെ കൊടിയടയാളാണെന്ന്. ലക്ഷ്മണൻ ഒരു മരത്തിന്റെ മുകളിൽ കയറി നോക്കുമ്പോ അയോധ്യ നഗരിയുടെ കൊടിയടയാളാണ്. ഇത് കണ്ടതും അവിടെ നിന്ന് ലക്ഷ്മണൻ വിളിച്ചു പറയുന്നുണ്ട്, ആ ക്രൂരൻ നമ്മളെ ഇവിടെ പോലും പിടിച്ചിരുത്തില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളെ നശിപ്പിക്കാനായിട്ട് വരികയാണ്. ആ ഭരതനോടുള്ള ദേഷ്യം മുഴുവൻ അവിടെ ഇങ്ങോട്ട് കാണിക്കും. ഭരതനെ അത്രയും നിന്ദിച്ച് പറയും ലക്ഷ്മണൻ. ശ്രീരാമസ്വാമി സൗമ്യമായി അടുത്ത് വിളിക്കും. ഞാൻ പണ്ട് പറഞ്ഞതാ, ദേഷ്യമുണ്ടാവരുത്, കോപമുണ്ടാവരുത് എന്നൊക്കെ. ഒരു പക്ഷേ ഭരതൻ അച്ഛൻ പറഞ്ഞയച്ചിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുവരാനാണ് വരുന്നതെങ്കിലോ, നീ വിചാരിച്ചതൊക്കെ തെറ്റാവില്ലേ? നിനക്ക് തോന്നുന്നുണ്ടോ ഭരതൻ നമ്മളെ ദ്രോഹിക്കാനായിരിക്കുന്നു? ശ്രീരാമസ്വാമിയോട് പറയാണ്, ഞാൻ ആ ഭരതനെ കൊന്നിട്ട് വരാമെന്ന്. ഭരതനെ കൊല്ലാനുള്ളൊരു ദേഷ്യം ലക്ഷ്മണന് വരും. ഉടനെ പറയാണ്, ഭരതനെ കൊന്ന് നീ അയോധ്യ രാജ്യത്തിലേക്ക് പോയി എന്നെക്കൊണ്ട് രാജ്യം ഭരിപ്പിക്കാൻ നിനക്ക് സാധിക്കും തോന്നുന്നുണ്ടോ ലക്ഷ്മണ? നീയും ഭരതനും ശത്രുഘ്നനും ഇല്ലാത്ത ഒരു അയോധ്യ എനിക്ക് വേണ്ട എന്നുള്ളതാണ്. ഇത് പറയാണ് ശ്രീരാമസ്വാമി. ഞാൻ അയോധ്യയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ നീയുമുണ്ടാവും, ഭരതനുമുണ്ടാവും, ശത്രുഘ്നനുമുണ്ടാവും. ആ സ്നേഹത്തിന്റെ ശ്രീരാമസ്വാമി അത്രയും ആ കൺസേൺ കാണിക്കുകയാണ്. രാജ്യം ചോദിച്ചു മേടിച്ചിട്ടും ഭരതനോട് അല്പം പോലും ഒരു വിദ്വേഷം ആർക്കുണ്ടായിരുന്നില്ല ശ്രീരാമസ്വാമിക്ക്. ഇവിടെയൊക്കെ നമ്മൾ കഥ പറഞ്ഞു പോകുമ്പോഴും എന്നെ സംബന്ധിച്ചതൊരു കഥയായിട്ട് ഞാൻ കാണുന്നില്ല. വീടുകളിലുള്ള മൂത്ത പുത്രന്മാരുണ്ടല്ലോ, അവരാണ് മറ്റുള്ളവർ തെറ്റ് ചെയ്താൽ പോലും അവരോട് ക്ഷമിച്ചുകൊണ്ട് ത്യാഗം കൂടുതൽ കാണിക്കേണ്ടത്. അങ്ങനെ ത്യാഗമനസ്സ് മൂത്തവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനിയന്മാർക്കും അതുണ്ടാവും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്തു പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മയും അച്ഛനും കൂടുതലൊരു കൺസേൺ താഴെയുള്ളവരോട് കാണിക്കുമ്പോൾ മൂത്ത പുത്രന്മാർക്ക് ത്യാഗമനസ്സല്ല വരുന്നത്, ദ്രോഹമനസ്സാ വരുന്നത്. ഇതാണോ നമുക്ക് രാമായണത്തിൽ നമ്മൾ വഴിതെറ്റിപ്പോയത്? അവിടേക്കാണ് അച്ഛനമ്മമാര് പഠിപ്പിച്ച് മനസ്സിലാക്കേണ്ടത്. ത്യാഗം ചെയ്യണം. മറ്റൊരാൾക്ക് സുഖം കിട്ടുകയാണെങ്കിൽ ആ സുഖമാണ് എന്റെ സുഖം എന്ന് നിശ്ചയിക്കണം. ഇങ്ങനെ ഒരു സമർപ്പണത്തിന്റെ, ഒരു ത്യാഗത്തിന്റെ ജീവിതം നയിക്കുമ്പോണ്ടല്ലോ മറ്റുള്ളവർക്കും മനസ്സിലാവും ഇതാണ് വേണ്ടതെന്ന്. ഒരു കഥ കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഒരച്ഛൻ മരിക്കാറായപ്പോ തന്റെ സ്വത്ത് 2ആയിട്ട് വിഭജിച്ചു, 2 മക്കൾക്കായിട്ട് കൊടുത്തു. 2 പേരെയും അച്ഛൻ വളർത്തിയത് ത്യാഗമനസ്സോടുകൂടിയിട്ടാണ്. അങ്ങനെ അച്ഛനാണെങ്കിൽ അത്ര ത്യാഗിയായിരുന്നു. കുറേ അദ്ദേഹം കുടുംബ കാര്യത്തിന് വേണ്ടി ത്യാഗം ചെയ്തു. അങ്ങനെ ആ ഒരു ത്യാഗ സംസ്കാരത്തോടുകൂടി കുട്ടികളെ വളർത്തിയതുകൊണ്ട് അച്ഛൻ മരിച്ചതിന് ശേഷം 2 പേരും അവരുടേതായിട്ടുള്ള രീതിയിൽ കൃഷി ചെയ്യും. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ടാ കൃഷി. നെല്ലെല്ലാം കൊയ്ത് ചാക്കിലാക്കി കൊണ്ടുവച്ചപ്പോ മൂത്ത ജ്യേഷ്ഠൻ
അന്ന് വിചാരിക്കുകയാണ്, രാത്രി ഉറങ്ങുമ്പോൾ ഭാര്യയോട് പറയണം, മൂത്ത ജ്യേഷ്ഠന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, അനിയന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഭാര്യയോട് പറയാണ്, അനുജന്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, അവന് കുറച്ച് സമ്പത്ത് ബാക്കി വെക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ചാക്കിൽ നിന്ന് 2 ചാക്ക് നെല്ല് ഇന്ന് രാത്രി ഞാൻ അവിടെ കൊണ്ടുപോയിടാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന്. കാരണം അവന് കുറച്ച് സമ്പത്തൊക്കെ വേണ്ടി വരും, കല്യാണമൊക്കെ വരാൻ പോവല്ലേ, അതുകൊണ്ട് 2 ചാക്ക് നെല്ല് ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഭാര്യ പറയും, അങ്ങയുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് ഭാര്യ ഇതിനെ സപ്പോർട്ട് ചെയ്യും. ഇവിടെ അനുജനാണെങ്കിലോ അയാളന്ന് വിചാരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് എന്നേക്കാളും പ്രാരബ്ധമുള്ള ആളാണ് ജ്യേഷ്ഠൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്നേക്കാളും കൂടുതൽ സമ്പത്തിന്റെ ആവശ്യം ഉണ്ടാവും. ഒരു കാര്യം ചെയ്യാം, എനിക്ക് കിട്ടിയ ചാക്കിൽ നിന്ന് ഒരു 5 ചാക്ക് അവിടെ കൊടുത്തയക്കാം. അതിനുള്ള ഏർപ്പാട് ചെയ്യും. പിറ്റേ ദിവസം എണ്ണി നോക്കുന്ന സമയത്തുണ്ടല്ലോ, ജ്യേഷ്ഠൻ നോക്കുമ്പോൾ ചാക്ക എണ്ണം കൂടി, 2 എണ്ണം കുറവാ വരേണ്ടത്, ഇപ്പൊ 3 എണ്ണം കൂടിയിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്ന് ജ്യേഷ്ഠനും മനസ്സിലായില്ല. അങ്ങനെ അനുജനും ജ്യേഷ്ഠനും കൂടെ ഇങ്ങനെ വർത്തമാനം പറയുകയാണ്. ചോദിച്ചു, നീ എത്ര ചാക്ക് നെല്ല് കിട്ടിയെന്നാ പറഞ്ഞത്? ഇത്രയും ചാക്കുണ്ട്. പക്ഷെ നീ അങ്ങനെയല്ലോ പറഞ്ഞത്, ഇത്ര ചാക്കുണ്ട് എന്നല്ലേ, ഇപ്പൊ ഇങ്ങനെ എത്ര ചാക്കായത്? പറഞ്ഞു, ജ്യേഷ്ഠ അങ്ങയ്ക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ആവശ്യം ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ഇട്ടതാണെന്ന്. അപ്പൊ നോക്കൂ, ആ ത്യാഗമനസ്സ് വന്നപ്പോണ്ടല്ലോ രണ്ടുപേർക്കും ആ ത്യാഗമനസ്സ് വന്നു. ഇന്നിപ്പോ അങ്ങനെയല്ല വിചാരിക്കുക. അയാൾ കല്യാണമൊക്കെ കഴിച്ചില്ലേ, എന്തിനാ ഇനിയിപ്പോ അയാൾക്ക് അത്ര ചാക്ക് നെല്ല്, പറ്റിയ ഒരു 5 എണ്ണം ഇങ്ങോട്ട് വലിച്ചുകൊണ്ടുവരാന്നുള്ളതാണ്. മറ്റാളതിന്റെ വിചാരിക്കുക. ഇങ്ങോട്ട് എന്നുള്ള മനസ്സാണ്, സ്വാർത്ഥതയാണ് നമ്മൾ ഇന്ന് കൂടുതൽ കാണുന്നത് ചുറ്റുപാടും. അന്ന് ത്യാഗത്തിന്റെ സംസ്കാരം രാമൻ കാണിച്ചപ്പോ ഭരതനിലും അത് കാണാൻ സാധിച്ചു എന്നാണ്. അങ്ങനെ ശ്രീരാമസ്വാമിയെ കാണാൻ വേണ്ടി പോകുന്ന ഭരതന്റെ ചിത്രം ലക്ഷ്മണൻ ദൂരെ നിന്ന് കണ്ടപ്പോ കോപാവേശത്താൽ വന്ന് പിന്നെ ശ്രീരാമസ്വാമി സാന്ത്വനിപ്പിക്കുകയാണ്, നീയും ഭരതനുമില്ലാത്തൊരു അയോധ്യ എനിക്ക് വേണ്ടാന്ന്. ഭരതൻ വരുന്നതൊരു പക്ഷേ നമ്മളെ കൂട്ടിക്കൊണ്ടുപോവാനായിരിക്കാമെന്ന്. അങ്ങനെ ദൂരേ നിന്ന് ആരവം കേട്ട് ഭരതനാണെങ്കിലോ രാമന്റെ പാദങ്ങൾ എവിടെയും കണ്ടാൽ നമസ്കരിച്ചിട്ടേ പിന്നെ അവിടെ നിന്ന് എണീക്കുള്ളൂ. അത്ര ആ പ്രേമം കാണിക്കുകയാണ്. വസിഷ്ഠാദികളോടുകൂടി നടന്ന് പിന്നെ ഭരതനും ശത്രുഘ്നനും പറഞ്ഞു, ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാമെന്ന്. അങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോണ്ട് പർണശാലയിൽ ശ്രീരാമസ്വാമിയും ലക്ഷ്മണനും ഇരിക്കുന്നു. കണ്ടതും അവിടെ നിന്നൊരു ഓട്ടമാണ്. ഓടിച്ചെന്ന് രാമപാദങ്ങളിലേക്ക് വീണ് നീണ്ടു നിവർന്ന് നമസ്കരിച്ചു. പൊട്ടിക്കരയാൻ തുടങ്ങി. ശ്രീരാമസ്വാമി അരികത്ത് പിടിച്ചിരുത്തി തലയിൽ തലോടി ചോദിക്കുകയാണ്, എന്താ ഭരത, നീ വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കുന്ന അച്ഛനെ ഉപേക്ഷിച്ച് നീ കാട്ടിലേക്ക് വന്നത് ശരിയാണോ എന്ന്? അച്ഛനെ ഉപേക്ഷിക്കാൻ പാടൂ നീ? അച്ഛനെ നോക്കേണ്ടതല്ലേ നീ എന്താ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന്. അപ്പോഴേക്കും ഭരതൻ തളർന്ന അവശനായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛൻ എന്നേക്കുമായി നമ്മളെ വേർപെട്ടു പോയി എന്ന്. എനിക്ക് രാജ്യം ഭരിക്കാൻ പ്രാപ്തിയില്ല, കഴിവില്ല, യോഗ്യതയില്ല, അർഹതയില്ല. ഒരു കാര്യം ചെയ്യൂ, അവിടുത്തെ പാദങ്ങളിൽ കിടക്കുന്ന പാതുകം എന്നെ ഏൽപ്പിച്ച് ഈ പാതുകങ്ങളിൽ രാജ്യം അർപ്പിച്ചുകൊണ്ട് ഞാനൊരു ദാസനായി, ഞാൻ അവിടുത്തെ പൂജിക്കുന്നവനായി, ഒരു ഉപകരണമായി, നിമിത്തമായി രാജ്യം ഞാൻ ഭരിച്ചുകൊള്ളാം. ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം, 14 വർഷം കഴിഞ്ഞ് അങ്ങ് അയോധ്യയിൽ തിരിച്ചു വരുന്നില്ലെങ്കിൽ ഞാൻ അഗ്നികുണ്ഡം തീർത്ത് ഈ ശരീരത്തെ അഗ്നിയിലേക്ക് സമർപ്പിക്കും. ശ്രീരാമസ്വാമിയിൽ നിന്നും പാതുകങ്ങളെ വാങ്ങിച്ച് തന്റെ ശിരസിൽ വെച്ച് ഭക്തിയാദരവോടെ പ്രദക്ഷിണം വെച്ച് ശ്രീരാമസ്വാമി പ്രദക്ഷിണം വെച്ചുകൊണ്ട് ദാസനായി അവിടെ നിന്നും ഭരതൻ തിരിച്ചു പോകുന്നു. ഇതാണ് ഭരതന്റെ ദാസഭാവം. ഭരതനിലൂടെ ഉറപ്പിക്കുകയാണ് രാമായണം. ഈ ജീവിതത്തെയാണ് യജ്ഞഭാവന എന്ന് പറയുന്നത്. ആരുടെ ദാസനായി തീരണം? ആരാണോ ഇങ്ങോട്ട് നമ്മളെ കൊണ്ടുവന്നത്, ആരാണോ ഈ നിമിഷം വരെ നമ്മളെ നിലനിർത്തിയത്, ആരിലേക്കാണോ നമ്മൾ തിരിച്ചു പോവേണ്ടത്, അവരുടെ ദാസനായി തീരണം എന്ന് പറയുന്നു. അത് മനസ്സിലാവണമെങ്കിലോ സത്സംഗങ്ങളിലേക്ക് പോകണം, സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കമുണ്ടാക്കണം. അങ്ങനെ സത്സംഗങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ ജീവിതം യജ്ഞഭാവനയിൽ ജീവിക്കണം എന്ന്. അപ്പൊ ദൈവനിശ്ചയം എന്ന് പറയും. അതായത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഞാൻ മാത്രമല്ല നിശ്ചയിക്കുന്നത്,
ചുറ്റുപാടും കൂടെ നിശ്ചയിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ജീവിക്കാൻ നമ്മൾ പരിശീലിക്കൂ. രാവിലെ എണീറ്റുടനെ 3 കാര്യങ്ങൾ ഭഗവാനോട് മനസ്സുകൊണ്ട് ഉരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ജീവിതം ആരംഭിക്കാൻ. എന്തൊക്കെയാണ്? ഞാൻ അവിടുത്തെ ദാസനാണ്. ഇന്ന് ആരോടൊക്കെ ഇടപഴകേണ്ടതുണ്ടോ, ആർക്കൊക്കെ എന്നാൽ സേവനം ചെയ്യേണ്ടതുണ്ടോ, അതെല്ലാം ആദരവോടെ സന്തോഷത്തോടെ എനിക്ക് ചെയ്യാൻ സാധിക്കണമേ. അവിടുന്ന് എന്ത് ഫലമാണോ ഇന്ന് ഞാൻ അനുഭവിക്കണം എന്ന് നിശ്ചയിക്കുന്നത്, അതെല്ലാം ആദരവോടെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ, അത് ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ജീവിതം ആരംഭിക്കുന്നതെങ്കിൽ നമ്മളെ ഒരു തരത്തിലും മെന്റലി ഡിസ്റ്റർബ് ചെയ്യാൻ ചുറ്റുപാടിന് സാധ്യമല്ല എന്ന് പറയാണ്. എക്സ്പീരിയൻസ് അല്ല നമ്മളെ തളർത്തുന്നത്, ചുറ്റുപാടല്ല നമ്മളെ തളർത്തുന്നത്, ആറ്റിറ്റ്യൂഡാണ് നമ്മളെ തളർത്തുന്നത്. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്, നോട്ട് ദ എക്സ്പീരിയൻസ് എന്നാണ്. ശരിയാണോ പറയുന്നത്? നമ്മുടെ മനോഭാവം ഉത്കൃഷ്ടമായാൽ നമ്മളെ ഒരു എക്സ്പീരിയൻസിനും തളർത്താൻ പറ്റില്ല. നമ്മുടെ മനോഭാവം പ്രതീക്ഷകളുടെയും അതുപോലെ തന്നെ പിടിവാശികളുടെയും ദുരാഗ്രഹങ്ങളുടെയും ഒക്കെ ആവുമ്പോൾ അപ്രകാരം കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ ആ അനുഭവങ്ങൾക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ദ എക്സ്പീരിയൻസ് ബട്ട് ബിക്കോസ് ഓഫ് ദി ആറ്റിറ്റ്യൂഡ് യു ആർ മേക്കിംഗ് എന്നാണ്. ഇപ്പൊ നമ്മളെ ശ്രേഷ്ഠമായ മനോഭാവം, ഭരതൻ എന്ന് പറഞ്ഞാൽ അറിവാകുന്ന മനോഭാവത്തിൽ ജീവിതത്തെ കൊണ്ടു നടക്കുന്നവനാണ് ഭരതൻ. ശിരസിൽ പാതുകങ്ങളും കൈകളിൽ സേവനവും മനസ്സിൽ ഉൾക്കൊള്ളാനുള്ള ശക്തിയും ഉണ്ടെങ്കിൽ നമ്മളും ആരായിത്തീർന്നു? ഭരതനായി കഴിഞ്ഞു. ഒന്നുകൂടി ആവർത്തിക്കാം. ശിരസിൽ പാതുകങ്ങൾ, അറിവിലൂടെ പാതുകങ്ങൾ, അറിവില്ലാതെയല്ല വെച്ചത്. ശിരസിൽ പാതുകങ്ങൾ, കൈകളിൽ സേവനം, മനസ്സിൽ എന്തും ഉൾക്കൊള്ളാനുള്ള ആ മനസ്സ്. ഇങ്ങനെ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അവരെയാണ് ഭഗവത് ദാസൻ എന്ന് വിളിക്കുന്നത്. ഈ ഭാവത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കാൻ പരിശീലിക്കണം. ഭരതൻ അങ്ങനെ പോകുന്നു. അയോധ്യയിൽ നിന്നും കൊട്ടാരത്തിൽ നിന്നും രാമനിരിക്കേണ്ടുന്ന സിംഹാസനത്തെ നന്ദിഗ്രാമത്തിലേക്ക് കൊണ്ടുവന്ന് ആ നന്ദിഗ്രാമത്തിൽ പർണശാല കെട്ടി അവിടെ ആ സിംഹാസനം സ്ഥാപിച്ച് അതിന്റെ മുകളിൽ രാമനിരിക്കുന്നതായി സങ്കല്പിച്ച് പാതുകങ്ങൾ വെച്ച് ആ പാതുകങ്ങൾക്ക് ചുവട്ടിലിരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും അവിടെ തന്നെ സ്വയം ഭക്ഷണം പാകം ചെയ്തുകൊണ്ടും ഭരതൻ രാജ്യം ഭരിച്ചു എന്നാണ്. നിങ്ങൾ വിചാരിക്കേണ്ട ഭരതൻ ഉള്ളിലിരുന്ന തപസ് മാത്രം ചെയ്യായിരുന്നു എന്നാണ്. ശ്രേഷ്ഠമായ രാജ്യഭരണമാണ് ഭരതന്റെ കാലഘട്ടത്തിൽ. 14 വർഷം കഴിഞ്ഞ് രാമൻ തിരിച്ചു വരുമ്പോണ്ടല്ലോ, രാവണനോട് പറയും, ഇത്ര അക്ഷൗഹിണി സൈന്യം നമുക്ക് കൂടിയിട്ടുണ്ട്, രാജ്യത്തിന്റെ അതിർത്തി ഇത്രയും വർദ്ധിച്ചിട്ടുണ്ട്, രാജ്യത്തിൽ ഇപ്പോ നമ്മുടെ ഖജനാവിൽ ഇത്രയും ഫണ്ട് കൂടിയിട്ടുണ്ട്. ഇന്നിപ്പോ ഓരോ മന്ത്രിസഭ ഇറങ്ങിപ്പോകുമ്പോണ്ടല്ലോ ഫണ്ട് കാലിയാക്കിയിട്ടാ പോകുന്നത്. ഇതൊക്കെ നമ്മൾ രാമായണത്തിൽ നിന്ന് പഠിക്കണം. ഭരതൻ ഫണ്ട് പോലും പറയും, ഇത്രയധികം ഖജനാവിൽ സമ്പത്ത് കൂടിയിട്ടുണ്ട്, രാഷ്ട്രത്തിൽ ആർക്കും ഒരു വിഷമങ്ങൾ, ഒരു പ്രശ്നവും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അത്രയും ഗംഭീരമായൊരു രാജാവിന്റെ ഭരണവും അതേസമയം താപസന്റെ ജീവിതവും സമന്വയിപ്പിച്ചു എന്നാണ്. ആത്മീയവും ഭൗതികവുമായ ജീവിതത്തെ ബാലൻസ് ചെയ്ത ആളാണ് ഭരതൻ. അതാണ് ഭരതന്റെ വിജയം എന്ന് പറയുന്നത്. ഗീതയിൽ അവസാനത്തെ ശ്ലോകമുണ്ടല്ലോ, എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്തോ ധനുദ്ധര തത്ര ശ്രീ വിജയം. അവിടെ ഐശ്വര്യമുണ്ട്, വിജയമുണ്ട്. ഒരു വശത്ത് തപസ് ചെയ്യുന്ന മനസ്സും മറുവശത്ത് സേവനോത്സുകമായ കൈകളും, ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചപ്പോ ഭരതന്റെ ജീവിതം ഉത്കൃഷ്ടമായി തീർന്നു എന്നാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, പലപ്പോഴും നമ്മൾ കൊണ്ടു നടക്കാത്തതാണ് പ്രശ്നം. നമ്മൾ സേവനഭാവത്തിലേക്ക് വരുന്നതേ വികടത്തലത്തിലാണ്. സേവനം ചെയ്യുമ്പോഴേ നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കും, മറ്റൊരാളെ പറഞ്ഞതൊക്കെ കൊണ്ടുതരും, മറ്റൊരാൾ ഹാഹു ഹീഹു എന്നൊക്കെ പറഞ്ഞ് നമ്മളെങ്ങനെ തലോടി വാത്സല്യത്തോടെ കൊണ്ടു നടക്കുന്നൊക്കെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. തപസ് എന്ന് പറയുന്നത് ആകെ അമ്പലത്തിൽ പോയിട്ട് ഗുരുവായൂരപ്പ കേശവ മാധവ 1 ലിറ്റർ പാല് ഞാൻ ഒഴിക്കാം, എന്റെ കാര്യങ്ങളൊക്കെ നടത്തി തരണേ എന്നുള്ള ഇത്രയുള്ളൂ നമ്മുടെ തപസ്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം കേവലം ഒരു ബാഹ്യമായ തപസ്സും
അതുപോലെ തന്നെ പ്രതീക്ഷകൾ ഏറെ വെച്ചുകൊണ്ടുള്ള ജീവിതവുമായിരിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ബാലൻസ് തെറ്റിക്കുന്നത്. ആണോ അല്ലയോ? ചിന്തിക്കും നിങ്ങൾ. കുട്ടിക്കാലത്തെ ഇതൊക്കെ വരേണ്ടതാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വരണം. എന്നാൽ പിന്നെ ഭർത്താവിൽ നിന്നൊന്നും ഏറെ ഇങ്ങോട്ട് പ്രതീക്ഷിക്കില്ല, അങ്ങോട്ട് കൂടുതൽ കൊടുക്കും. സാധാരണ കല്യാണം കഴിച്ച് പോകുന്ന കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം ഇതാണ്. എന്താണ്? ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് ധാരാളം എല്ലാ കാര്യങ്ങളും ആദരവോടെ ചെയ്തു കൊടുക്കുക. ഇങ്ങോട്ട് സ്നേഹം പ്രതീക്ഷിക്കരുത്, അങ്ങോട്ട് സ്നേഹം കൊടുക്കണം. ഇങ്ങോട്ട് എന്ത് കിട്ടിയാലും സംതൃപ്തി, അങ്ങോട്ട് എത്ര കൊടുത്താലും സംതൃപ്തി വരരുത്. ഇനിയും കൊടുക്കണം, ഇനിയും കൊടുക്കണം, ഇനിയും കൊടുക്കണം എന്നുള്ള മനസ്സ് വരണം. ഈ ഭാവമൊക്കെ ഒന്ന് വരുമോ? കണക്ക് തന്നെ. ഇന്നിപ്പോ കാലമൊക്കെ മാറിയപ്പോ നിങ്ങൾക്ക് വേണമെങ്കിലേ ഉണ്ടാക്കി അങ്ങോട്ട് കഴിച്ചാൽ മതി. നന്നായിട്ടില്ല എന്ന് ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞല്ലോ, മിക്കവാറും ഭർത്താക്കന്മാർ പെട്ടുപോയിരിക്കുകയാണ്. ഒരു നല്ല ചായ ഉണ്ടാക്കി തന്നൂടെ, എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അത്ര നന്നാവില്ലെങ്കിൽ സ്വയം അങ്ങോട്ട് ഉണ്ടാക്കി കഴിച്ചോളൂ എന്ന് കഴിഞ്ഞു. ഒരു കാര്യം കൂടി പറയും, ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് എനിക്കും തന്നോളൂ എന്ന്. ആ കാലഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് പലരും. അതുകൊണ്ട് ആരോ പത്രത്തിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്തു, ഈ മാട്രിമോണിയൽ കോൾ ഉണ്ടല്ലോ, അതിൽ ഭാര്യയെ ആവശ്യമുണ്ട് എന്നുള്ളൊരു കോള. അയാള് തെറ്റിപ്പോയതാണ്. കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെയാണ് അയാൾക്ക് വേണ്ടത്. ആ സ്ഥാനത്ത് ഇയാൾ ഭാര്യ എന്ന് എഴുതി. അയാൾക്ക് 1000കണക്കിന് കത്താണ് അത്ര കിട്ടിയത്. എന്റേതെടുക്കൂ എന്ന്. കാരണം മതിയേറ്റിരിക്കുകയാണ് ഓരോരുത്തരും. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തില് യജ്ഞഭാവന ഇല്ലാതെയായത് കൊണ്ടായിരിക്കാം നമ്മൾ പലപ്പോഴും ദുഃഖങ്ങളും അസ്വാസ്ഥ്യങ്ങളിലൊക്കെ വീഴുന്നത് എന്ന് പറയാണ്. ഭരതൻ രാജ്യം ഭരിച്ചു. ശ്രീരാമസ്വാമിക്ക് മനസ്സിലായി ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. ചിത്രകൂടത്തില്